ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബോർണിയോ സ്കീമാറ്റിക് എന്ന ടൂളിനെ കുറിച്ചാണ്. മൊബൈൽ ഫോൺ സർവീസിംഗ് ഫീൽഡിൽ ഒരു ടെക്നീഷ്യന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രംസ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സർക്യൂട്ടിൻ്റെ ഇതിൻ്റെ ആ ഫോണിൻ്റെ റെഡ്മി 9 എന്ന ഫോണിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഒരു കമ്പോണൻറ്റിൽ നിന്ന് മറ്റൊരു കമ്പോണൻറ്റിലേക്ക് അതിൻ്റെ വേ എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാം. ഇപ്പോൾ ഒരു മൈക്ക് മാറ്റുന്നതിനോ അല്ലെങ്കിൽ ഒരു റിങ്ങർ മാറ്റുന്നതിനോ വലിയ പ്രയാസമില്ല. പക്ഷേ ഒരു മൈക്ക് മാറ്റിയിട്ട് അത് വർക്കാവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു റിങ്ങർ മാറ്റിയിട്ട് അത് വർക്കാവുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെയുള്ള ഈ സർക്യൂട്ട് ഡയഗ്രാംസ് ഇല്ലാതെ നമുക്ക് ശരിയാക്കി എടുക്കുന്നത് വളരെ പ്രയാസകരമായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്കീമാറ്റിക് ഡയഗ്രാം അതുപോലെ തന്നെ മറ്റുള്ള കുറേ ഓപ്ഷൻസും ഉള്ള ഒരു ടൂളാണ് ബോർണിയോ സ്കീമാറ്റിക് ടൂള്. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. ഇതൊരു പെയ്ഡ് ടൂളാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞങ്ങൾ സെയിൽ ചെയ്യുന്നില്ല. അത് സെയിൽ ചെയ്യുന്നവരുടെ കോൺടാക്റ്റ് നമ്പറുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. താഴെയുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇവിടെ ഏറ്റവും ഇടത് ഭാഗത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തത് ഹാർഡ്വെയർ സൊല്യൂഷനാണ്, രണ്ടാമത്തത് ബിറ്റ് മാപ്പാണ്, മൂന്നാമത്തത് സ്കീമാറ്റിക്സ് ആണ്, നാലാമത്തത് SOC ഡയഗ്രാം, അഞ്ചാമത്തെ ലാപ്ടോപ്പ്, ആറാമത്തത് PC, 7 മോണിറ്റർ, 8 ഡാറ്റ ഷീറ്റ്, 9 തെർമിസ്റ്റർ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ കണ്ടൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഹാർഡ്വെയർ സൊല്യൂഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറേ സെറ്റിൻ്റെ കമ്പനി നെയിം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറേ മോഡൽ നമ്പറുകൾ കാണാൻ പറ്റും. പിന്നെ ഇതിൽ രണ്ടാമത്തത് ബിറ്റ് മാപ്പാണ്. അതിലും നമുക്ക് ഇതേപോലെ മോഡൽ നമ്പറുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഹാർഡ്വെയർ സൊല്യൂഷനിൽ നമുക്ക് ഓരോ പാർട്ടിൻ്റെയും ഹാർഡ്വെയർ സൊല്യൂഷൻ തുറന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കുറേ ഭാഗങ്ങളെ കാണാൻ പറ്റും. ഇവിടെ ഓണോ സ്വിച്ച്, മൈക്ക്, സ്പീക്കർ, ഇയർ, ഇങ്ങനെയുള്ള കുറേ ഭാഗങ്ങളെ ഇത് കാണാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയഗ്രാംസ്, അതായത് ഈ ലൈന് പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തത് ബിറ്റ് മാപ്പാണ്, മൂന്നാമത്തത് സ്കീമാറ്റിക്, നാലാമത്തത് ബിറ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോർഡിൻ്റെ ഇതൊന്ന് ഓപ്പൺ ആക്കാം. ബോർഡിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അത് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റും. പിന്നെ സ്കീമാറ്റിക് നേരത്തെ പറഞ്ഞതുപോലെ സർക്യൂട്ട് ഡയഗ്രാംസ് ആണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ SOC ഡയഗ്രാം, അതായത് CPU-ൻ്റെ ഇൻറ്റേർണൽ ഡയഗ്രാമാണ് അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ആണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലാപ്ടോപ്പ് സർവീസ് ചെയ്യുന്നവർക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ PC, അതുപോലെ തന്നെ മോണിറ്റർ. മൊബൈൽ ഫോൺ ടെക്നീഷ്യന്മാർക്ക് ഇത് ആവശ്യമില്ല. ലാപ്ടോപ്പും PC, മോണിറ്റർ ആവശ്യമില്ല. പിന്നെ ഡാറ്റ ഷീറ്റിൽ ഓരോ IC-യുടെയും ഇൻറ്റേർണൽ ഡയഗ്രാംസ് ആണ് അതിൻ്റെ അകത്ത് പറയുന്നത്. പിന്നെ തെർമിസ്റ്റർ എന്ന് പറയുമ്പോൾ റെസിസ്റ്ററിൻ്റെ വേറൊരു രൂപമാണ് തെർമിസ്റ്റർ എന്ന് പറയുന്നത്. തെർമിസ്റ്റർ കൊണ്ട് ഒരുപാട് കംപ്ലയിൻസ് സെറ്റുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഓരോ സെറ്റിലും അത് എവിടെയൊക്കെയാണ് വരുന്നത്, അതിൻ്റെ വാല്യൂ എത്രയാണെന്നൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഇത് എല്ലാം ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് വീഡിയോകൾ ഇനി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ടൂള് എല്ലാ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇന്ന് വന്ന അപ്ഡേഷൻ ജിയോണി മാക്സിൻ്റെ ഹാർഡ്വെയർ സൊല്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ SDM 8150 ചിപ്പിൻ്റെ CPU-ൻ്റെ SOC ഡയഗ്രാം ഉണ്ട്. ഇങ്ങനെ നമുക്ക് അടുത്തത് റിയൽമി Xൻ്റെ സബ് ബോർഡിൻ്റെ ഹാർഡ്വെയർ സൊല്യൂഷൻ ഉണ്ട്. ഇങ്ങനെ എല്ലാ ദിവസവും ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ടൂളാണ്.
നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പെയ്ഡ് ടൂളാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് വാങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫോൺടെക് എഡ്യൂക്കേഷൻ്റെ ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്, ഫോൺടെക് സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇതിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഫ്രീ ആണ്, ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ റിക്വസ്റ്റ് ഇടാം. അതിനകത്ത് റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ റിക്വസ്റ്റ് അയച്ചിരിക്കുന്ന ഇതാണ്. അപ്പോൾ ഇവിടെ വലതുഭാഗത്ത് നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ ഇട്ടിട്ട് കാണാൻ പറ്റും, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്കുള്ള ഈ ഗ്രൂപ്പിലേക്കുള്ള അഡ്മിഷൻ, അതായത് അതിൻ്റെ ഒരു ലിങ്ക് വഴിയാണ് ഇതിൻ്റെ അകത്ത് കയറുന്നത്. അത് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ, ഫോൺടെക്കിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിങ്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ 9 കാര്യങ്ങളുണ്ട്, അതെല്ലാം ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. ഓരോ കണ്ടൻറ്റിൻ്റെ ഓരോന്നായിട്ട് നമുക്ക് ഓരോ വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, ഇനി വരുന്നതായിരിക്കും.